ഇതാ നമ്മൾ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ഇന്ന് വലിയ കുഴപ്പമില്ല, അത്ര റഷൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. ഇവിടെ എന്താ പറയുക, വെള്ളം, പിന്നെ പലതരം ജ്യൂസുകൾ, പൈനാപ്പിൾ, ആപ്പിൾ, ഓറഞ്ച്, അങ്ങനെ ജ്യൂസുകളുണ്ട്. പിന്നെ അതിന് ഹോട്ട് വാട്ടർ, പിന്നെ കോഫി, എന്താ പറയുക, ടീ, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൽഫായിട്ട് ടീ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതുണ്ട്. പിന്നെ ഇതാ സീരിയൽസ് ഉണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഇവിടെയുള്ളത് ഓട്സ് പോറേജ് ഉണ്ട്. ഇതൊക്കെ എല്ലാ ദിവസവും കാണുന്നതാണ്, ഒന്നും വേണ്ട. പിന്നെ ഇതെന്താ, ആലു ബജി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പറാത്ത. ഓക്കെ, ഇന്ന് പൊറാട്ടയാണ്, ഇന്നലെ ചപ്പാത്തിയായിരുന്നു. പിന്നെ വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെയുണ്ട്. ഏതാ നമ്മുടെ കുറച്ച് സാലഡ്സ്, ഇതൊക്കെ എംറ്റി ആയി, ഇപ്പോൾ തരും, റീഫിൽ ചെയ്യും അവർ കാണുമ്പോൾ. ഇതാ ഇവിടെ ഒലീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൊമാറ്റോ ഒക്കെ ചിലപ്പോൾ കുറച്ച് മറ്റേ സാൻഡ്വിച്ചിൽ വെച്ച് കഴിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. പിന്നെ ലെമൺ, ഇവിടെ അത്യാവശ്യം കുറച്ച് വെജീസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഫ്രൂട്ട്സ് സെക്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്ക്, ജെല്ലി, ജാം, സ്ട്രോബെറീസ്, ഇതാ ഇവിടെ ചീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ നമുക്കിവിടെ ടോസ്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇതാ ഇവിടെ ബ്രെഡ്, ഇവിടെ എന്നാ സം റൊട്ടീസ്. അപ്പോൾ നമ്മൾ മെയിൻ ഡിഷിൻ്റെ അവിടേക്ക് വരുവാണെങ്കിൽ ഐ തിങ്ക് അതെ, ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്. ഇതാ ഇവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്. പിന്നെ വെജിറ്റബിൾ ഓംലെറ്റ് ഉണ്ട്. വെജിറ്റബിൾ ഓംലെറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് അത് വെജ് ഓംലെറ്റ് ആണോ ചീസ് ഓംലെറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല ഉണ്ടായിരുന്നത്. പിന്നെ ബോയിൽഡ് എഗ് ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നുണ്ട് സെയിം. പിന്നെ ഇത് ബീഫ് ബേക്കണാണ്. പിന്നെ ചിക്കൻ സോസേജ് ഇന്നലെ ഉണ്ടായിരുന്നു, സെയിം തന്നെ. സ്റ്റീം മിക്സ്ഡ് വെജീസ്, പൊട്ടാറ്റോ വെജ്സ്, പിന്നെ അതേമാതിരി തന്നെ വാട്ട് ഈസ് ദിസ്, ഐ ഡോണ്ട് നോ, മുദാംസ്. What? I want Chicken. Okay, let's see. ഇതിപ്പോൾ ജിയോ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ കുറച്ച് വെജും പിന്നെ ചെറിയ ചെറിയ സ്നാക്കുകളിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചു. ജിയോ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ജിയോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും ഒരു മൈൻഡില്ല. ജോൺ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നൂഡിൽസ് ഉള്ളതുകൊണ്ട് പിന്നെ ജോണിന് ചിക്കൻ മറ്റേ സോസേജ് ഉണ്ട്. അതെ, ചിക്കൻ സോസേജ് ജോണിന് ഇഷ്ടപ്പെട്ടു. അതാ ചിക്കൻ സോസേജ് ഉണ്ട് ഇവിടെ. പിന്നെ നൂഡിൽസ് ഉണ്ട്. പക്ഷേ നൂഡിൽസ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളി വിടില്ല, അത് വേണ്ടെങ്കിലും അതെടുക്കും. പക്ഷേ ചിക്കൻ സോസേജ് ഇഷ്ടപ്പെട്ടു അല്ലേ? അതെ, ഇന്ന് നൂഡിൽസിന് വലിയ കാര്യമായിട്ട് നോക്കിയിട്ടില്ല. പിന്നെ ഇതാ ഇവിടെ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെജീസ്, പിന്നെ അതേമാതിരി തന്നെ എന്താ പറയുക ഫ്രൂട്ട്സ്, പിന്നെ ഈ സ്നാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തക്കാളി, വാട്ടർമെലൺ, തക്കാളി, ജിയ ടോസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വാട്ടർമെലൺ തരില്ല, ഞാൻ തരില്ല. ഞാൻ കഴിച്ചോളാം, ഇവിടെ വെച്ചോ. ജിയ, ഹൗ വാസ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ടേസ്റ്റി ആണോ? പക്ഷെ നല്ലതാട്ടോ. ഇന്നലത്തെ ഇഷ്ടപ്പെട്ടു. ഇവിടെ എന്ത് കഴിക്കുമെന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന ജിയാനെ ഞാൻ പറഞ്ഞു വിട്ടു. പറാത്ത, പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ കറി നല്ലതാണ്. ഞാൻ ഈ ഒരു പറാത്തയും ഈ ഒരു കറിയും കൂടിയും കഴിച്ച് ഞാൻ നിർത്തുവാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിതിങ്ങനെ കറി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റോൾ ചെയ്തെടുത്തേക്കുവാണ്. നല്ല സോഫ്റ്റാണ്. കറിക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഉപ്പാവാം. ഉപ്പ് കൂടിയാലേ പ്രശ്നമുള്ളൂ, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഹോട്ടലിൻ്റെ ചെക്ക്-ഇൻ ടൈം 2 മണിയാണ്, ചെക്കൗട്ട് 12 മണിയാണ് ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക്-ഇൻ ആയതുകൊണ്ട് ഞാൻ 11-ാം തീയതി രാവിലെയാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിലും
ഞങ്ങൾ 10-ാം തീയതി മുതലുള്ള ബുക്കിംഗ് ചെയ്തായിരുന്നു. കാരണം അപ്പോൾ നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് വന്നാലും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. ഇനി എവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ ഈ ബാഗും സാധനങ്ങളൊക്കെ കെട്ടിച്ചൊക്കൊണ്ടുകൊണ്ടാണ്. സോ ഒരു ദിവസം നേരത്തെ എടുത്താലും പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷനുണ്ട്. നമ്മളുടെ അതായത് നമ്മൾ ബുക്ക് ചെയ്ത് ആ ദിവസം തന്നെ വരാം. 5 മണിക്കാണൊക്കെ വരണമെന്നുണ്ടെങ്കിൽ 2 മണിക്കാണ് ചെക്ക് ഇൻ എന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാം. റൂം അവൈലബിൾ ആണെങ്കിൽ അവർ തരും. അപ്പം ഒരു 300 ദിർഹംസ് എങ്ങാണ്ടാണ് എക്സ്ട്രാ മേടിക്കുന്നത്. അപ്പം നമ്മൾ മറ്റേ ബുക്ക് ചെയ്യുകയാണ് ഒരു ദിവസം കൂടി എന്നുണ്ടെങ്കിൽ ഒരു 500 ദിർഹംസ് ആവും. പക്ഷേ മറ്റേത് ഉറപ്പല്ല. നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് റൂമൊന്നും അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അവിടെ കുത്തിയിരിക്കണം. എത്ര നേരം, ഉച്ച വരെ കുത്തിയിരിക്കണം. ഭ്രാന്താവും. അതിനും ഭേദം 500 പോയാലും കുഴപ്പമില്ല. വരുമ്പോൾ തന്നെ ഫ്രഷ് ആവുക, കുറച്ച് നേരം കിടന്ന് തുടങ്ങുക, പിന്നെ അടുത്ത പരിപാടികൾ ടപ്പേ എന്ന് പറഞ്ഞ് തുടങ്ങുക. അതാണ്. അപ്പോൾ എനിവേ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ